വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഏരിയ തന്നെയാണ്. കാരണം മാർക്കറ്റ് ഇന്നലെയും ഒരു കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലെവലുകളൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഇനി മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയയുടെ മുകളിലുള്ളൊരു ഇംബാലൻസ് ആണ്. ഇനി മറ്റൊരു ഏരിയ മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ ഇന്നലെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈയുടെ വിക്കിന് ചേർത്തിട്ടാണ് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഏരിയയും കൂടി ഉണ്ട്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ചേർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതിനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓരോ തവണ അവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് കൃത്യമായി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ക്യാൻഡിലും ഓപ്പൺ ചെയ്ത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീണ്ടും വരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിന് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ന്യൂസൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. കാര്യമായ ന്യൂസുകളൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇന്നും കാര്യമായുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പോലെ ഇന്നും ഒരുപക്ഷെ മാർക്കറ്റ് ഒരു കൺസോളേഷൻ മോഡിൽ തന്നെ ആയിരിക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും നല്ലൊരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നേക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ന്യൂസൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യാം. എനിവേ നമുക്കിനി ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. ചാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. സെല്ലിംഗ് ബൈയിങ് പ്രഷർ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവുന്നത് മുകളിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് തന്നെയാണ്. നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഓരോ തവണയും മുകളിലോട്ട് വരുന്ന സമയത്ത് പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകാതെ അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരാം. അല്ലെങ്കിൽ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇറങ്ങിയാൽ ഒരുപക്ഷെ ഈ ഇംബാലൻസിലേക്ക് എത്താം. എന്തായാലും നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് അതെല്ലാം പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് 4 ഹവറിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 ഹവറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കൺസോളേഷൻ ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നലെയും എല്ലാം നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. 4 ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ്. ആ സപ്പോർട്ട് ഏരിയ നമ്മൾ ഓൾറെഡി ഡേയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടേക്ക് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും പോവുകയാണ്. ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലോസ് റേഞ്ച്, നല്ല ക്ലോസ് റേഞ്ചിലുള്ള ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിൽ മാർക്ക് ചെയ്യാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഹവറിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടോ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4 ഹവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതും കൂടി ഉണ്ട്. ഇതിനെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഇതും ഒരു 4 ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി ഡേയിൽ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോകാം. 1 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതയോ അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് അനാലിസിസ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 1 ഹവറിൽ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടുന്നില്ല. കൺസോൾട്ടേഷൻ അത്രയും സ്ട്രോങ് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് താഴെ ഇറങ്ങിയ സപ്പോർട്ടിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അപ്പോഴും വലിയ പോക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ നാരോ ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് എൻട്രിയോ മറ്റോ പറയാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് 1 ഹവറിലും കാര്യമായിട്ട് അനാലിസിസ് നടത്തി ഒരു എൻട്രി പോയിന്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഒരുപക്ഷെ 1 ഹവറിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം. ഇത് 1 ഹവറിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിൽക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈം ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ 1 ഹവറിൽ ഈ ഒരു ഏരിയനെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വിക്കുകളുണ്ട്. ഒരുപാട് വിക്കുകളുണ്ട്. ആ വിക്കിനൊക്കെ ഒരു വിക്ക് റിജക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട്, അതായത് 15 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി നോക്കാം.
50 മിനിറ്റ്സിൽ വരുന്ന സമയത്ത് നമുക്കിപ്പോഴും കൃത്യമായിട്ടൊരു എൻട്രി പോയിന്റ് ഇപ്പോഴും ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. ഇന്നും അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. മാർക്കറ്റ് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും 50 മിനിറ്റ്സിൽ നമുക്കൊരു എൻട്രി പോയിന്റ് ഇല്ല എന്ന് തന്നെ വിചാരിക്കണം. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ട്രേഡ് ഔട്ടിൻ്റെ സ്ട്രാറ്റജി ഒരു പക്ഷേ വർക്ക് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ട്രേഡ് ഔട്ടിൻ്റെ സ്ട്രാറ്റജി വർക്ക് ആവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയൊക്കെ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ പരമാവധി ആ ഓർഡർ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻട്രി പോയിന്റ് അവോയ്ഡ് ചെയ്യുകയായിരിക്കും നല്ലത്. ഇതിൻ്റെ ലോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി മുകളിലോട്ട് കയറിയിട്ട് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിട്ടായിരിക്കും വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കുക. അതുപോലെ തന്നെ ഗോൾഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ കൺസോൾട്ടേഷനാണ് നടക്കുന്നത്. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ പോയിട്ടോ വീണ്ടും താഴോട്ടേക്കോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ആ ഒരു മൂവ്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രേഡ് ഔട്ടിൻ്റെ സ്ട്രാറ്റജി പ്രകാരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക, അങ്ങനെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്രൂഡ് ഓയിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട്. ആ സ്ട്രക്ചറൽ ബ്രേക്കും കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. മുകളിലോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും ക്ലിയർ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും അതേ ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വരുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ചെറിയൊരു വീക്ക്നെസ് ഒരുപക്ഷെ കിട്ടും. ആ വീക്ക്നെസ് എന്ന് പറയുന്നത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ഏരിയ ആയിരിക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതും കൂടിയാണ്. അപ്പോൾ ഇവിടേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇംബാലൻസുകൾ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് കുറച്ചുകൂടി കൂടുതൽ അനാലിസിസ് നോക്കാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നല്ല രീതിയിലൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു വീക്ക്നെസ് കാണിച്ചിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്റ്റാർ എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ക്ലോസ് ആയിട്ടില്ല. ഈവനിങ് സ്റ്റാർ ആണെങ്കിൽ പോലും ക്ലോസ് ആയിട്ടില്ല. ക്ലോസ് ആയ ശേഷം മാത്രമേ നമുക്ക് ഈവനിങ് സ്റ്റാർ എന്ന് പറയാൻ പറ്റുള്ളൂ. 4 ഹവറിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയയിലേക്ക് വന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ മുകളിലേക്ക് പോവാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ചും കൂടി ഏരിയാസ് താഴെ ഉണ്ട്. ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇതും പ്രധാനപ്പെട്ട ഏരിയകളാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോകാം. 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 1 ഹവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 1 ഹവറിലും പറഞ്ഞ പോലെ തന്നെ ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്കാണ് വരുന്നത്. താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ആദ്യം വരച്ചിരിക്കുന്ന സ്ട്രക്ചർ ബ്രേക്ക് വന്നത് അല്ലെങ്കിൽ ഇവിടേക്കാണ്. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയാക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഒരുപക്ഷെ അതിനും താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. എന്തായാലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിംഗിൾ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നെല്ലാം എന്നും നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. ഓരോ തവണയും പല രീതിയിൽ നമ്മൾ ഡിസ്കഷൻ നടത്താറുള്ളതാണ്. എനിവേ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നല്ലൊരു സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ ബേസ് ചെയ്തിട്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
അത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഇതിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുക. ബൈ എൻട്രിക്ക് വേണ്ടി കൺഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുക. അല്ല, ഇവിടെ നിന്നിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത്. എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഒരു ബൈ എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. സെൽ എൻട്രി പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു കൺഫർമേഷൻ കിട്ടാതെ നമുക്ക് സെൽ എൻട്രി പറയാൻ കഴിയില്ല. എനിവേ, എല്ലാവരും നോക്കി കണ്ടു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി കണ്ടു ട്രേഡ് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഡേ ആവട്ടെ എന്നുള്ള ആശംസിക്കുന്നു.